ഇന്ന് പറയാൻ പോകുന്നത് മെറ്റേണൽ സെപ്സിസിനെ പറ്റിയാണ്. മെറ്റേണൽ സെപ്സിസ് ഈസ് ദി തേർഡ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് മെറ്റേണൽ മോർട്ടാലിറ്റി ഇൻ ഇന്ത്യ. മെറ്റേണൽ സെപ്സിസിൻ്റെ പ്രധാന ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ഉയർന്ന പനി കാണും, ശ്വാസനിരക്ക് കൂടും, നെഞ്ചിടിപ്പ് കൂടും, ഛർദി കാണും, ക്ഷീണം കാണും. പിന്നെ ചില പേഷ്യൻറ്റിന് ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കും, വിറയൽ കാണും. ഒക്കെയാണ് സാധാരണ ലക്ഷണങ്ങൾ. ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് ഒരു ബാക്ടീരിയ ഇൻഫെക്ഷനാണ്. ബീറ്റ ഹീമോളിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ, സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, സ്യൂഡോമോണോസ്, കോളൈ, അനേറോബിക് ബാക്ടീരിയ ഇതൊക്കെയാണ് സാധാരണയായി ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് പ്രിവെൻറ്റബിൾ. വി ക്യാൻ റെഡ്യൂസ് ദി റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ബൈ സർട്ടൻ മെത്തേഡ്സ്, എസ്പെഷ്യലി പേഴ്സണൽ ഹൈജീൻ. നമ്മൾ ഓരോ പ്രാവശ്യവും സാനിറ്ററി പാഡ് മാറ്റുമ്പോൾ കൈ സോപ്പ് വാട്ടർ കൊണ്ട് കഴുകിയിട്ട് ഉപയോഗിക്കുക. പെരിനിയത്തിൽ ടച്ച് ചെയ്യുമ്പോഴും കൈ കഴുകിയിട്ട് വൃത്തിയായി സൂക്ഷിക്കുക. രോഗം നിർണ്ണയിക്കാനായിട്ട് സാധാരണ എല്ലാ ഇൻഫെക്ഷനും പോലെ ആദ്യം ബ്ലഡ് റൊട്ടീൻ ഇൻവെസ്റ്റിഗേഷൻ, യൂറിൻ റൊട്ടീൻ ഇൻവെസ്റ്റിഗേഷൻ, CRP, പിന്നെ കൂടുതലായിട്ട് ബ്ലഡ് കൾച്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ്. ബ്ലഡ് കൾച്ചർ ചെയ്യണം. അപ്പം നമുക്ക് ആ സെൻസിറ്റീവ് ഓർഗാൻസും ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ IV ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാൻ പറ്റും. പിന്നെ ബ്ലഡ് ഗ്യാസസ് നോക്കണം. മെറ്റേണൽ സെപ്സിസ് സാധാരണയായി ഉണ്ടാകുന്നത് യൂട്രസിനകത്ത് ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. ഇത് സാധാരണയായി കണ്ടുവരുന്നത് പ്രഗ്നൻസിയിൽ, ഡ്യൂറിങ് ലേബർ, പോസ്റ്റ്പാർട്ടം പീരീഡ് ആൻഡ് പോസ്റ്റ് അബോർഷൻ പീരീഡ്. ഈ സമയത്താണ് സാധാരണയായി കണ്ടുവരുന്നത്. ഇത് മെറ്റേണൽ സെപ്സിസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അത് അമ്മയുടെ ഇമ്മ്യൂണോളജിക്കൽ ചേഞ്ചസ്, അമ്മയിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂണോളജിക്കൽ ചേഞ്ചസ് മൂലമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാകാം, ഒരു അബോർഷൻ കഴിഞ്ഞിട്ടാവാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ടാവാം, ന്യൂമോണിയ കഴിഞ്ഞിട്ടാവാം, അമ്മയ്ക്ക് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടെങ്കിൽ ആകാം. ഇതൊക്കെയാണ് പ്രധാന കാരണം. ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ട് നോക്കുമ്പോൾ അസുഖം വരാതിരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ദാറ്റ് ഈസ് പ്രിവെൻഷൻ. അതിന് ഏറ്റവും പ്രധാനം അമ്മയുടെ ആരോഗ്യം തന്നെയാണ്. നമ്മൾ ഈ കണ്ടീഷനിൽ ഒരു പേഷ്യൻ്റ് വന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് IV ഫ്ലൂയിഡ്സ് നല്ലവണ്ണം കൊടുക്കുക, IV ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക, പിന്നെ സപ്പോർട്ടീവ് തെറാപ്പി, നമ്മൾ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അതിന് ചികിത്സിക്കാം, ഓക്സിജൻ കൊടുക്കേണ്ടി വരും. ഡേഞ്ചറസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സിവിയർ സെപ്സിസ് ആണ്. സിവിയർ സെപ്സിസ് വന്നു കഴിഞ്ഞാൽ മോർട്ടാലിറ്റി, മോർബിഡിറ്റിയും കൂടുതലാണ്. അപ്പോൾ ഇതിന് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും, ഡോപ്പമിൻ ട്രിപ്പ് ആവശ്യമായിട്ട് വരും. ഇതൊക്കെ അതിന് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും കൂടുതലായിരിക്കും.